الله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. الصلاة والسلام عليك يا خليل الله. الصلاة والسلام عليك يا رسول رب العالمين. മുനാഫിഖിന്റെ സ്വഭാവമാണ് ഇന്നലെ നാം പറഞ്ഞത്. ബാബു ബയാനി ഹിസ്വാനിൽ മുനാഫിഖ്, ഒരു തനി മുനാഫിക്കിന്റെ, തനിച്ച കപട വിശ്വാസിയുടെ ലക്ഷണം വിശദീകരിക്കുന്ന അധ്യായം. ആ ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതാണ്. സമാനമായ ഹദീസ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. ഈ രണ്ട് ഹദീസുകളും ബുഖാരി കിതാബുൽ ഈമാൻ എന്ന അധ്യായത്തിൽ ഉദ്ധരിച്ചതാണ്. ഹദീസ് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ പറയുന്നത് ഈ വിഷയത്തിൽ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്. ഹദീസിന്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. നബി തങ്ങളുടെ വാക്കുകളും നബി തങ്ങളുടെ പ്രവൃത്തികളും സ്വഹാബാക്കൾ ഉദ്ധരിക്കുകയാണ്. ഇപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു, നബി തങ്ങൾ പറഞ്ഞിരിക്കുന്നു, നബി തങ്ങൾ പറഞ്ഞത് ഇതാണ് എന്നാണ് പറയാം. അതിലൊരു വാക്ക് പോലും അബൂ ഹുറൈറയുടെ ഇതായിട്ടുണ്ടാവില്ല. നബി തങ്ങൾ എന്താണോ പറഞ്ഞത് അതായിരിക്കും അബൂ ഹുറൈറ പറയാം. അപ്പൊ ഇങ്ങനെ ഹദീസുകൾ വരുമ്പോ നിരന്തരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കുക. പല സഹാബാക്കളും അതിനെ കുറിച്ച് പറയപ്പെടാണ്. ജീവിതത്തിന്റെ ഒരു മൂല്യമായി, ഒരു വിശ്വാസമായി, ഒരു ആദർശമായി വിശ്വാസികൾ കൊണ്ടു നടക്കേണ്ട കാര്യങ്ങൾ ഏതോ ആ കാര്യങ്ങളെ കുറിച്ച് നിരന്തരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പോ പലപ്പോഴായി പറയുമ്പോ എപ്പോഴും സഹാബാക്കൾ മുന്നിൽ ഉണ്ടാവില്ലല്ലോ. പലപ്പോഴായി കേട്ട കാര്യങ്ങൾ സഹാബാക്കളുടെ ഹൃദയത്തിൽ പതിക്കും. അതവരെങ്ങനെ കാണാതെ പഠിക്കും. പ്രവാചകന്റെ വാക്കുകൾ കാണാതെ പഠിക്കുക എന്നുള്ളത് അവരുടെ സ്വഭാവമാണ്. പ്രവാചകൻ മൊഴിഞ്ഞതുപോലെ മൊഴിയുക എന്നുള്ളതും, പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ അതേപോലെ കേട്ട് അതേപോലെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതും അവരുടെ സ്വഭാവമായിരുന്നു. അതുകൊണ്ടാണ് ഖുർആനിന്റെ ഭാഷ മറ്റൊന്നായിരുന്നു, ഹദീസിന്റെ ഭാഷ മറ്റൊന്നായിരുന്നു. നമ്മൾ ആലോചിക്കേണ്ടത് ഖുർആന്റെ ഭാഷയല്ല, ഖുർആന്റെ ഒരു മൊഴിയുടെ ഒരു രീതിയല്ല, അതിന്റെ ഒരു ശൈലിയല്ല ഹദീസുകൾക്കുള്ളത്. എന്തുകൊണ്ടാണ്? ഖുർആന്റെ ഭാഷ അള്ളാഹുവിന്റെ ഭാഷയാണ്. അതേ രൂപത്തിലാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക. അതാണ് ഖുർആന്റെ ഭാഷ. അതിന്റെ രീതി വേറെയാണ്, സാഹിത്യം വേറെയാണ്, ഘടന വേറെയാണ്, ആശയം വേറെയാണ്, അതിൽ അടങ്ങിയിരിക്കുന്ന ഉത്സാഹം വേറെയാണ്. അത് പറയുമ്പോ, ഖുർആൻ പറയുമ്പോ സഹാബാക്കൾക്ക് എന്താണ് പറഞ്ഞത് എന്നത് പോലും മനസ്സിലാവില്ല. യാസീൻ മനസ്സിലാവില്ല, മനസ്സിലാവില്ല, കാഫ് ഹാ യാ ഐൻ സ്വാദ് മനസ്സിലാവില്ല. എന്താണ് അതിന്റെ ഉത്സാഹം സഹാബാക്കൾക്ക് മനസ്സിലാവില്ല. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറിച്ച് വിശദീകരിച്ചു കൊടുക്കണം സഹാബാക്കൾ. അപ്പൊ ഖുർആന്റെ ഭാഷ അള്ളാഹുവിന്റെ ഭാഷയാണ്, ഹദീസിന്റെ ഭാഷ അത് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഷയാണ്, മൊഴിയാണ്.
ഈ മൊഴിയാണ് സഹാബാക്കൾ എടുത്തുതിരിക്കുന്നത്. അപ്പൊ പ്രവാചകൻ പല സന്ദർഭങ്ങളിലായിട്ട് പറഞ്ഞ ഹദീസുകൾ സഹാബാക്കൾ മനഃപ്പാഠമാക്കും. എന്നാൽ ഖുർആനോ സഹാബാക്കൾ അങ്ങനെ എഴുതി വെക്കും. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ട വാക്കുകൾ ഉദ്ധരിക്കുന്ന സഹാബാക്കൾ അതേ വാക്കുകളായി ഉദ്ധരിക്കുക. അതാണ് ആയത്തുൽ മുനാഫിഖ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, മുനാഫിഖിന്റെ അടയാളം സലാസുൻ മൂന്നെണ്ണമാണ്. അപ്പൊ ഇന്നലെ നമ്മൾ പറഞ്ഞതോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ സഹാബിയാണ്, അഥവാ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് അബ്ദുള്ള. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനേക്കാൾ വയസ്സ് കുറവാണ്, ചെറുപ്പക്കാരനാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുനാഫിക്കിന്റെ അടയാളം പറഞ്ഞത് അർബഉൻ എന്നാണ്. മുനാഫിക്കിന്റെ അടയാളം 4 എണ്ണമാണ് നബി തങ്ങൾ പറഞ്ഞത് എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയുന്നു. മുനാഫിക്കിന്റെ അടയാളം 3 എണ്ണമാണ് പറഞ്ഞത് എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു. അതെങ്ങനെ അങ്ങനെ വരിക? ഈ കാര്യങ്ങൾ പലപ്പോഴായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. ഒരു സന്ദർഭത്തിൽ പറഞ്ഞപ്പോൾ അതിൽ 4 എണ്ണം പറഞ്ഞു. ആ സദസ്സിൽ അബൂ ഹുറൈറ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അബൂ ഹുറൈറ ആ സദസ്സിലില്ല, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മാത്രമായി. അല്ലെങ്കിൽ മുനാഫിക്കിന്റെ അടയാളമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കൃത്യമായി ആവർത്തിച്ച് പറഞ്ഞ കാര്യം 3 എണ്ണമാണ്. അതായിരിക്കാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു 3 എണ്ണത്തിനെ കുറിച്ച് പറഞ്ഞത്. ഏതായാലും മുനാഫിക്കിന്റെ ലക്ഷണമായി ഹദീസ് കാണുന്ന ഈ 4 കാര്യങ്ങളും നമ്മെ സംബന്ധിച്ചിടത്തോളം നാം അത് അംഗീകരിക്കുക, സ്വീകരിക്കുക, ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ് വഴി. വായ തുറന്നാൽ കളവ് പറയുക. വെറും ഒരു കളവ് പറയല്ല, വെറൊരു കളവൊക്കെ മനുഷ്യന്റെ ഭാഗത്ത് സംഭവിക്കും. പറയാൻ പാടില്ല. സ്വാഭാവികമായും നാക്കുള്ള ആൾക്കാർ സംസാരിക്കുമ്പോൾ അതിൽ കളവുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഒറ്റ കളവ് കൊണ്ടൊന്നും മുനാഫിക്കാവില്ല. നേരെ മറിച്ച് ഒരാൾ അയാളെ സംസാരത്തിന്റെ ശൈലി, അയാളെ സംസാരത്തിന്റെ രീതി, അയാളെ സംസാരത്തിന്റെ സ്വഭാവം, അതിൽ ധാരാളം കളവുകൾ വന്ന് പെടലാണ്, കളവുകൾ ഉണ്ടാകലാണ് എങ്കിൽ മുനാഫിക്കാണ്. ആ സ്വഭാവം ഇന്നലെ നമ്മൾ പറഞ്ഞ ആ കടുത്ത നരകത്തിന്റെ അവകാശിയായ മുനാഫിക്കിന്റെ തനി സ്വഭാവമാണ്. കളവ് എന്ന് പറഞ്ഞാൽ ഉള്ള ഒന്ന് ഇല്ല എന്ന് പറയുക, ഇല്ലാത്ത ഒന്ന് ഉണ്ട് എന്ന് പറയുക. അതാണ് കളവ്. ഉള്ള ഒന്ന് ഇല്ല എന്ന് പറയാം, ഇല്ലാത്ത ഒന്ന് ഉണ്ട് എന്ന് പറയാം. ഉള്ള ഒന്ന് ഇല്ല എന്ന് പറയുന്ന ഘട്ടത്തിൽ അതിന് ഭവിഷ്യത്തുണ്ടാവും. ഇല്ലാത്ത ഒന്ന് ഉണ്ട് എന്ന് പറയുന്നതിനും ഭവിഷ്യത്തുണ്ടാവും. മഹാനായ അസ്സാലി ഇമാം ഈ കളവിനെ കുറിച്ച് വിശദീകരിച്ചത്, കളവ് ഗുരുതരമായ തെറ്റായി മാറുന്നത്, നരകാവകാശികളിൽപ്പെട്ടവനായി മാറുന്നത്, വൈ എന്ന നരകം അള്ളാഹു വാഗ്ദാനം ചെയ്ത കളവ്, ആ കളവ് കൊണ്ട് എന്തെങ്കിലും ഭവിഷ്യത്തുകള്, അപകടങ്ങള്, മുസീബത്തുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ. മറ്റേ കളവ് പറയുന്നവൻ അപകടവും മുസീബത്തും പ്രയാസമൊന്നുമില്ല, വെറുതെ ഫുൾ അടിക്കാം, വെറുതെ ബടായി നമ്മൾ പറയാം, ഒരു രസത്തിന് വേണ്ടി ഇങ്ങനെ പറയാം. അത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഏത് തന്നെയായാലും കളവ് വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. വായ തുറന്നാൽ കളവ് പറയുക എന്നാണ് അതിന്റെ നേരർത്ഥം. അപ്പൊ കളവിന് നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ വാക്കുകള് തോക്കുകൾ പോലെ സൂക്ഷ്മമായി ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോ വെറുതെ ഇല്ലാത്തത് ഉണ്ട് എന്ന് പറഞ്ഞ്, ഉള്ളത് ഇല്ലാത്തത് എന്ന് പറഞ്ഞ് നമ്മുടെ സമയത്തെ, നമ്മുടെ സംസാര വൈഭവത്തെ നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. ഒന്നാമത്തെ അതാണ് ഒരാളുമായി കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞ് ആ കരാറിനെ ലംഘിക്കലാണ്.
ഇന്നലെ നമ്മൾ പറഞ്ഞത് വിശ്വസിച്ചാൽ വഞ്ചിക്കാന്നുള്ളതാണ്. അത് വേറെ, ഇത് വേറെയാണ്. ഇത് നമ്മൾ മുദ്രപത്രത്തിൽ അല്ലെങ്കിൽ പരസ്പരം കൈകൊടുത്തുകൊണ്ട് എടുക്കാം പിടിക്കാം എന്നൊക്കെ തീരുമാനിച്ച് കരാറിൽ ഏർപ്പെട്ട ശേഷം ഒരു പ്രശ്നവും ഇല്ലാതെ ലംഘിക്കാം. അത് മുനാഫിക്കിന്റെ ലക്ഷണമാണ്, കപട വിശ്വാസിയുടെ ലക്ഷണമാണ്. ഈ വാഗ്ദാനം ലംഘിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിലും ഹദീസിലും ഖുർആനിലും കാണുന്ന ഒരു കൂട്ടര് യഹൂദികളായ വിഭാഗമാണ്. എത്രയോ തവണ കരാറിൽ ഏർപ്പെട്ടു, അവരുടെ താല്പര്യം വരുന്ന സമയത്ത് അവരെ വിലങ്ങിക്കും. അത് അവരുടെ സ്വഭാവം. ഇന്നും ഇസ്രായേൽ ഫലസ്തീനുമായി പലപ്പോഴും കരാറിൽ ഏർപ്പെടും, യുഎന്നുമായി ഉടമ്പടി ഉണ്ടാവും. പക്ഷെ അവർ രക്ഷയില്ല. അവരുടെ താല്പര്യം വരുന്ന സമയത്ത് ഒരു ഉളുപ്പുമില്ലാതെ, ഒരു സങ്കോചവുമില്ലാതെ അവർ അതിനെ ലംഘിക്കും. അങ്ങനെ നല്ലൊരു വിശ്വാസി അങ്ങനെ കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ലംഘിക്കാനേ പാടില്ല. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ വിശേഷണം കരാർ ലംഘിക്കാത്തവനാണ്, വാഗ്ദാനം ലംഘിക്കാത്തവനാണ്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത വാഗ്ദാനം ലംഘിക്കാത്തവൻ എന്നാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളും ആ ഒരു മൂല്യത്തെ ജീവിതത്തിലേക്ക് പകർത്തണം. മറ്റൊന്ന് നമ്മൾ വിശദീകരിച്ചത് വിശ്വസിച്ചുകൊണ്ട് വഞ്ചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിത മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.